ഇന്റർനെറ്റിൽ മൊത്തം വൈറലായ ഒരു അണ്ടർആം റോൾ ഓൺ ആയിരുന്നു കെമിസ്ട്രി പ്ലേയുടെ ഈ ഒരു അണ്ടർആം റോൾ ഓൺ. സോ ഇതിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ഞാനൊരു 3 months യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം പറഞ്ഞിട്ട് ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വൈറലായ മറ്റൊരു അണ്ടർആം റോൾ ഓൺ ആയിരുന്നു ഈ ബി ബോഡി വൈസിന്റെ. സോ ഒരുപാട് പേര് ഇന്റർനെറ്റിൽ പലപ്പോഴും റിവ്യൂസിൽ ഒരുപാട് പോസിറ്റീവ് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. ബിക്കോസ് അതേപോലെ തന്നെ ഒരു റിസൾട്ട് കിട്ടുന്ന പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ കെമിസ്ട്രി പ്ലേയുടെ ഞാൻ 2 ഡിഫറെന്റ് ഫ്രാഗ്രൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ആൻഡ് നൗ ഞാൻ ഈ ഒരു പുതിയ അണ്ടർആം റോൾ ഞാൻ വാങ്ങിച്ചു. ഇതും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ അണ്ടർആമിലുള്ള പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ടും ഇതും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബോഡി ഓർഡറിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ഇത് രണ്ടും ഹെൽപ്പ് ചെയ്യും. സോ ഇത് രണ്ടും സെയിം പ്രോഡക്റ്റ് ആണ്. ഇവരുടെ ക്ലെയിംസും സെയിം ആണ്. അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്തത് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ ആക്ച്വലി മേ ബി ഇത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ വെച്ച് ഞാനിപ്പോൾ ഇതൊരു 2 months ആയിട്ട് ഞാൻ ഓൾമോസ്റ്റ് 2 months ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ കെമിസ്ട്രി പ്ലേയുടെ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ ആ ലോങ് റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബോഡി ഓർഡർ കൺട്രോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിഗ്മെന്റേഷന്റെ ഡിഫറൻസസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കുറച്ച് നെഗറ്റീവ് സൈഡ് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് കുറവുണ്ടായിരുന്നു. ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫ്രാഗ്രൻസ് വന്നിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്താൽ ഞാൻ പറഞ്ഞു ഹോൾ ഡേ നമ്മൾ നെക്സ്റ്റ് ബാത്ത് വരെ നല്ല രീതിയിൽ നമുക്ക് ആ സ്മെല്ല് നിൽക്കും. ബോഡി ഓർഡർ വരത്തില്ല. പക്ഷേ ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ട് ഇഫ് നൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കും ഇതിന്റെ ആ ഒരു സ്മെല്ല് പോകും. ബോഡി ഓർഡർ വരില്ല, പക്ഷെ ഇതിന്റെ ആ ഒരു സ്മെല്ല് പോകും. ബട്ട് ദെൻ ഒരു ആഫ്റ്റർനൂൺ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഓർഡർ തിരിച്ച് വരാൻ തുടങ്ങും. അപ്പം ഭയങ്കരമായിട്ടൊരു ഓർഡർ കൺട്രോൾ ഉണ്ട് ഇതിന് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. ആൻഡ് ഞാൻ ട്രൈ ചെയ്ത ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഫ്ലോറ, ഐ ഗെസ് ഫ്ലോറ ആണ് ഇതിന്റെ ഫ്രാഗ്രൻസ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. വേറെ എഴുതിയിരിക്കുന്നത് ഞാൻ കാണുന്നില്ല. ആ ഒരു ഫ്രാഗ്രൻസ് ആണ് ഞാൻ ട്രൈ നോക്കിയിട്ടുള്ളത്. എനിക്ക് ഫ്രാഗ്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ടു ബി ഓണസ്റ്റ് ഐ എം നോട്ട് ഫാൻ ഓഫ് ദ സ്മെൽ. ഇത് കുറച്ചുകൂടെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആൻഡ് എന്താ പറയുക ഒരു സോപ്പ് സ്മെല്ലാണ് എനിക്ക് കൂടുതൽ വന്നിട്ടുള്ളത്. സോപ്പ് എന്നൊക്കെ വരുന്നത് പോലെ. അറ്റ് ദ സെയിം ടൈം ഞാൻ കെമിസ്ട്രി പ്ലേയുടെ 2 ഫ്രാഗ്രൻസസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വുഡി മസ്കും റോയൽ ഊതും എന്ന് പറയുന്നത്. രണ്ടും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്ന അതേ ഒരു എഫക്ട് കിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടൊരു ഡിയോഡറൻറ്റ് സ്മെല്ലാണ്. അറ്റ് ദ സെയിം ടൈം ഒരു സോപ്പി ഡിയോഡറൻസ് ഇല്ലേ അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് ലോങ് ലാസ്റ്റിംഗ് ലൈക്ക് ദിസ് വൺ. പിന്നെ ഒരു ഡിഫറൻസ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ 5% ലാക്ടിക് ആസിഡ് ആണ് ഇതിൽ പറയുന്നത്. ആൻഡ് ഇതിൽ 4% AHA BHA എന്നാണ് പറയുന്നത്. ഇത് 5% AHA, ഇത് 4% AHA BHA. ബട്ട് സ്റ്റിൽ എനിക്കിത് വർത്ത് ആയിട്ട് തോന്നി. ഞാൻ ഇനി ഇത് പർച്ചേസ് ചെയ്യോ അഗെയിൻ എന്ന് ചോദിച്ചാൽ ഐ വിൽ നോട്ട് പർച്ചേസ് ദിസ് അഗെയിൻ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഐ വിൽ സ്റ്റിക്ക് ഓൺ ടു ദിസ് വൺ ഇറ്റ്സെൽഫ്. ഇനി വേറെ ഏതെങ്കിലും അണ്ടർആം റോൾ ഓൺസ് ട്രൈ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ അതൊന്ന് പറയാം. ഞാനത് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഏതോ വിഷ് കെയർ അല്ലെങ്കിൽ കാമസി, ഇത് രണ്ടും ഇതുപോലെ തന്നെ വൈറലായിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റ് ആണ്. സോ അതിൽ ഏതാണ് ഞാൻ നെക്സ്റ്റ് റിവ്യൂ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ഇനി അതല്ല വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാം. ബൈ.